Hello everyone, welcome back to my channel. It's time to tell the story. The Night of the Seven Kingdoms. മൂന്നാമത്തെ എപ്പിസോഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. പോരാത്തതിന് ദൃശ്യം 3 കാണാൻ പോയിട്ട് ഇന്റർവെല്ലിൽ വെച്ചിട്ട് ഇറങ്ങി പോന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ അതെന്റെ ആത്മാർത്ഥത കൊണ്ടൊന്നല്ല, നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ദിവസം മാറിപ്പോയി. സോ എനിക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയി കണ്ടതാണ്. പക്ഷെ ഇന്റർവെല്ലിൽ എനിക്ക് പോരേണ്ട വന്നു. കാരണം ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടും ഇരുന്ന് കണ്ടാൽ എനിക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അതിനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇന്റർവെല്ലിൽ തൊട്ട് പിന്നൊരു ദിവസം കാണാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും പിന്നൊരു ദിവസം കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി നമ്മുടെ സിനിമയിലേക്ക് കിടക്കാം. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ എഗ് ആണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാണ്. ഇന്നേരം ഡങ്ക് നല്ല ഉറക്കത്തിലായിരിക്കുള്ളൂ. അവൻ തലേ ദിവസം ആ ഒരു മത്സരം എല്ലാം കണ്ടിട്ട് ആകെ നിരാശനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ ഡങ്കിന്റെ കുതിരേനെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാണ്. യോദ്ധാവിന്റെ നല്ലൊരു സഹചാരിയാവാനായിട്ട് അവന് പറ്റണം. അതായിരുന്നു അവന്റെ ലക്ഷ്യം. ഇവൻ കുതിരേനെ നല്ലപോലെ ട്രെയിൻ ചെയ്യാണ്. അന്നേരം അവിടേക്ക് ഒരാൾ വരാണ്. കണ്ണുപോയ ഒരു ഒറ്റക്കണ്ണ യോദ്ധാവ്. ഇയാളുടെ കണ്ണ് പോയി തന്നെ ഈ ഒരു ഗെയിമിൽ പങ്കെടുത്തിട്ടാണ്. അപ്പൊ ഈ ഒരു ഗെയിം എത്രത്തോളം അപകടകരാണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇയാൾ വിചാരിക്കുക ഇവന് ഈ ഒരു കുതിരേനെ കട്ടോണ്ട് വന്നതാണെന്നാണ്. പക്ഷെ ഒട്ടും എടുക്കാത്ത ഈ ഒരു കുതിരേനെ അവൻ മരിക്കുന്ന കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവാണ് അത് അവന്റെ കുതിര തന്നെയാണെന്നും പോരാത്തതിന് അവനൊരു സഹചാരിയാണെന്നും ഇയാൾ മനസ്സിലാക്കാണ്. ഇയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് സർ ഡങ്കിന്റെ സഹചാരിയാണ് താനെന്ന്. പക്ഷെ അയാളാണെങ്കിൽ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. എഗ്ഗും വൈകാതെ തന്നെ എല്ലാരും അറിയുമെന്ന് അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യൻ ആ ഒരു മരച്ചോട്ടിലേക്ക് വരാണ്. ഇപ്പൊ ഡങ്ക് ആണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു തുണി തുന്നായിരിക്കും. പോരാത്തിന് പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലാണ്. അവനോട് ചോദിക്കാതെ അവന്റെ കുതിരേനെയും കൊണ്ടുപോയേന്. അവനോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന് അവൻ നമ്മുടെ മൊട്ടക്കുട്ടനോട് പറയാണ്. മാത്രമല്ല അവൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോകുന്ന നേരത്ത് കുതിരേനെ കുളിപ്പിച്ചിട്ട് നീ ഫുഡ് കഴിച്ചാൽ മതിയെന്ന് മൊട്ടേനോട് ഡങ്ക് പറയാണ്. അവനോട് നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. അവന്റെ വിരട്ടുകെട്ട് പേടിച്ചിട്ട് നമ്മുടെ മൊട്ടയും കുതിരേനെ കുളിപ്പിക്കാനായിട്ട് പോവാണ്. പക്ഷെ നമ്മുടെ ഡങ്ക് ആണെങ്കിൽ അങ്ങനെ അവനോട് ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് പിന്നീട് അവന് തോന്നിയിട്ട് മൊട്ടേനോട് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ അത് കാര്യമാക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ മൊട്ടേനെ അവന്റെ കൂടെ ഇരുത്തി തുന്നാൻ പഠിപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുതിരേനെ എല്ലാം കുളിപ്പിച്ച് പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവര് മാർക്കറ്റിലേക്ക് പോവാണ്. നമ്മുടെ ഡങ്ക് ആണെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിക്കുകയാണ്. ഇപ്പോ ആ ഒരു മാർക്കറ്റിലേക്ക് നമ്മുടെ ആ ഒരു ഹൈറ്റുള്ള പെൺകുട്ടി, മറ്റേ പപ്പറ്റ് ഷോന്റെ ടാൻസൽ എന്നായിരുന്നു അവളുടെ പേര്, അവൾ അവിടേക്ക് വരാണ്. ഇവളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വെച്ചിട്ട് കയ്യിൽ മുട്ട പിടിച്ചിട്ട് മുട്ട ഇഷ്ടമാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവളും മറ്റേ ഒരു പരിച പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം വന്ന് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇവനും പിന്നെ വിചാരിക്കുകയാണ് എന്ത് ചോദ്യം ഞാൻ ചോദിച്ചതെന്ന്. അങ്ങനെ അവര് തിരിച്ചു വന്നിട്ട് ആ ബ്രെഡ് എല്ലാം പൊരിച്ച് സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കുകയാണ്. ശേഷം ആ ഒരു ഗെയിം കാണാൻ അവർ പോകുന്നുണ്ട്. ഈ ഗെയിമിന്റെ ആദ്യ മത്സരം എന്ന് പറയുന്നത് വലിയ വലിയ രാജാക്കന്മാരായിട്ടും പ്രഭുക്കന്മാരായിട്ടും എല്ലാം ഉള്ളതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് അവര് രണ്ടുപേരും കൂടെ ആ ഒരു ആഷ്ഫോർഡ് നഗരത്തെ നോക്കി അതിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിരിക്കുകയാണ്. ഇപ്പൊ എഗ്ഗാണെങ്കിൽ ഒരു ആത്മകഥം പറയാണ്, എന്നും ഈ ഒരു നഗരത്തിൽ ജീവിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിലെന്നും. ഇപ്പൊ നമ്മുടെ ഡങ്കും പറയുന്നുണ്ട് അതിനിപ്പോ നീ ഈ നഗരത്തിൽ തന്നെ ലിപ്പുള്ളത്, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷെ അവന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ ഉള്ള പോലെ ഡങ്കിനോട് എഗ്ഗ് ചോദിക്കുകയാണ്, ഈ മത്സരം ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സഹചാരിയായിട്ട് എന്നെ കൂടെ കൂട്ടുമെന്ന്. ഇപ്പൊ ഡങ്കിന്റെ മനസ്സിലാണെങ്കിൽ ജയിക്കുന്ന പോയിട്ട് ആദ്യ റൗണ്ടെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റെങ്കിലെന്നായിരുന്നു. ഇന്നേരത്തെ ആ ഒരു ഗെയിം മാസ്റ്റർ ഡങ്കിനെ അന്വേഷിച്ച് അവിടേക്ക് വരാണ്. അയാൾക്ക് എന്തോ കാര്യമായിട്ട് അവനോട് പറയാനുണ്ട്. സംഭവം എന്താ വെച്ചാല് ഈ ഒരു ലോർഡ് ഓഫ് ആഷ്ഫോർഡ് പുള്ളിയുടെ മകൻ, ഇളയ മകനായിട്ടുള്ള ആൻഡ്രോ, അവൻ ഒരു വളരെ നല്ല ഒരു മികച്ച ഒരു യോദ്ധാവ് തന്നെയാണ്. അപ്പോ അവനായിട്ടായിരിക്കും ഡങ്ക് ഫൈറ്റ് ചെയ്യുക. ആ ഒരു ഫൈറ്റില് ഡങ്ക് അവനെ തോൽപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ആൻഡ്രൂ തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഇവർക്കുള്ള ലാഭം എന്താന്ന് വെച്ചാല് ബെറ്റിംഗ്. ഈ ഒരു മത്സരത്തില് ബെറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോ ആൻഡ്രൂ ജയിക്കുന്നായിരിക്കും എല്ലാരും വിചാരിക്കുക. കാരണം നമ്മുടെ ഡങ്ക് ഒരു നവാഗതനാണ്, പുതുമുഖാണ്, അവൻ ആർക്കും അറിയില്ല. അറിയപ്പെടാത്ത ഈ ഒരു യോദ്ധാവ് തോൽക്കൂന്ന് കരുതി നിൽക്കുന്ന ജനങ്ങള് ഒരുപാട് പൈസ ആൻഡ്രൂവിന്റെ മേലെ കെട്ടും. അന്നേരത്ത് നമ്മുടെ ഡങ്ക് ആൻഡ്രൂവിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് കാശ് കിട്ടുകയും ചെയ്യും. ഈ ഒരു മത്സരം നടത്തിയ ചെലവെല്ലാം ഇവർക്ക് തിരിച്ചു പിടിക്കാനും പറ്റും. പോരാത്തതിന് ഡങ്ക് പേരെടുക്കുകയും ചെയ്യും. അപ്പൊ രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഡങ്ക് ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. കാരണം ഇവൻ ഒരു സത്യസന്ധനാണ്, പോരാത്തതിന് നല്ലൊരു മനുഷ്യനാണ്. അവന്റെ കഴിവ് അത് അവനായിട്ട് തന്നെ തെളിയിക്കണമെന്നാണ് അവന്റെ മനസ്സിൽ. എന്നാലും ഈ ഒരു ഗെയിം മാസ്റ്റർ അവനോടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ അടുത്ത മത്സരത്തിനുള്ള ആ ഒരു കൊമ്പുകുഴൽ നാദം അത് മുഴങ്ങിയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഏരിയോൺ ടാർഗേരിയൻ, വില്ലൻ ചെറുക്കൻ. ഇവന്റെ കസിനെ കളിയാക്കിയിട്ട് ആ ഒരു യോദ്ധാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാണ് അവന്റെ എതിരാളിയായിട്ട്. ഈ മത്സരം കാണാനായിട്ട് ഇവന്റെ അച്ഛനില്ല, ബെയ്ലോൺ ആണ് അവിടെ ഉള്ളത്. ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവന്റെ കാണാതായ 2 സഹോദരങ്ങളുണ്ടല്ലോ, അയാളുടെ 2 മക്കള്, അവരെ തേടിയുള്ള പരക്കം പാച്ചിലാണ്. അങ്ങനെ മത്സരം തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു മൊട്ടക്കുട്ടനാണെങ്കിൽ അവിടുന്ന് പറയുന്നുണ്ട്, കൊല്ലവനെ കൊല്ലവനെ. ആരെ? ഈ ഒരു ഏരിയോൺ
ഏരിയോണെ. എന്താണ് ഇവന് ഇത്ര ദേഷ്യം എന്നറിയില്ല. ജനങ്ങൾക്ക് ആർക്കും ഏരിയോണ് ഇഷ്ടമല്ല. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ആ ഒരു മത്സരത്തിൽ ഏരിയോൺ കാണിക്കുന്നതും തെണ്ടിത്തരമാണ്. ആ ഒരു കുതിരേനെയാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു കുതിരയുടെ കഴുത്തിൽ ആ ഒരു കുന്തം കുത്തിയിറക്കി ആ ഒരു കുതിരേനെ കൊന്ന് ആ ഒരു കളിയിൽ അവൻ ജയിക്കാണ്. കാണികളെല്ലാരും കൂവി വിളിക്കാണ്. ആർക്കും ഇവന് ഇഷ്ടമല്ല. ബെയ്ലോണും തലയെ കൈവച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണ് ഇവൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ബെയ്ലോണിനും ഇവന് ഇഷ്ടമല്ല. ഇത് കണ്ട കാണികള് ഇവനെ കല്ലെടുത്ത് എറിയാണ്. അവർക്ക് രാജാവിന്റെ മകനാണെന്നുള്ള നോട്ടമൊന്നുമില്ല. പിന്നെ ആൾക്കൂട്ടത്തിൽ ഇന്നലെ എറിയുന്നത് ആരാന്ന് എങ്ങനെ അറിയാനാ? ഒരു ക്രൂരനായ വെടക്കെട്ടൊരു ചെറുക്കൻ. ഇവനൊക്കെ എറിയന്നെ വേണം. ആ ഒരു അറ്റാക്ക് ചെയ്യപ്പെട്ട യോദ്ധാവാണെങ്കിൽ ആ ഒരു കുതിര അല്ല കാലുമിക്കാണ് വീണേക്കുന്നത്. ആ ഒരു കുതിരേനെ അവർ കൊല്ലാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. അത് അത്ര വേദന സഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാലുപോയ അയാളും ഒച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ വേറെ മത്സരങ്ങളൊന്നും ഇനി നടക്കില്ല, എല്ലാരും പോവാണ്. ഇന്നേരത്തെ ഡങ്കും നമ്മുടെ മൊട്ടക്കുട്ടനോട് പറയാണ്, നീ ഇതൊന്നും കണ്ട് പേടിക്കാനായിട്ട് പാടില്ല. ഒരു സഹചാരി ആയിരിക്കുമ്പോൾ നല്ല ധൈര്യം വേണം. മൊട്ടയാണെങ്കിൽ കിടന്ന് കരയാണ്. ആ ഒരു കുതിരേനെ അവൻ മനഃപൂർവ്വമാണ് കൊന്നതെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നത് നമ്മുടെ ലയണൽ ബാരതിയോൺ, നേരത്തെ കണ്ട ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അയാളുടെ അടുത്തേക്കാണ്. അവിടെ ആണെങ്കിൽ ഒരു പാർട്ടി നടക്കാണ്. കള്ളും കഞ്ചാവും, കഞ്ചാവില്ല, കള്ള് മാത്രം. അങ്ങനെ അവര് ലഹരിയെല്ലാം തുടങ്ങി അവിടെ ആടിപ്പാടി തിമിർക്കാണ്. ലയണലാണെങ്കിൽ ഷർട്ട് ഒന്നും ഇട്ടിട്ടില്ല. പുള്ളി ഇങ്ങനെ ഡാൻസ് കളിച്ച് ആടിപ്പാടി നടക്കുന്നുണ്ട്. ഒരു മൂലക്കില് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചിട്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇന്നേരത്ത് ഒരു കൗതുകം നിറഞ്ഞ ഒരു സംഭവം നടക്കാണ്. ഈ ഭാവിയെല്ലാം പ്രവചിക്കുന്ന ഒരു സ്ത്രീ പുള്ളിക്കാരത്തി വന്നിട്ട് നമ്മുടെ ഡങ്കിന്റെ അടുത്ത് നിന്ന് പറയാണ്, നീ ലാനിസ്റ്റേഴ്സിനേക്കാളും വലിയൊരു പണക്കാരനാവുന്നു. ഇപ്പൊ ഡങ്ക് ആണെങ്കിൽ എഗ്ഗിനെ നോക്കിയിട്ട് ഭാവി പറയാനായിട്ട് പറയാണ്. അന്നേരത്താണ് ട്വിസ്റ്റ്. ഈ സ്ത്രീയുടെ ഫേസ് എല്ലാം ആകെ മാറാണ്. എന്നിട്ട് പറയാണ്, നീ ഒരു രാജാവാകും. നീ മരിക്കാൻ പോകുന്നത് തീ കൊണ്ടാണ്. നിന്റെ ചിതയിൽ പുഴുവരിക്കും. നിന്റെ കൂടെയുള്ളവരെല്ലാം നിന്റെ മരണത്തിൽ സന്തോഷിക്കുന്നെല്ലാം പറയാണ്. ഇത് കേട്ടിട്ട് ഡങ്കിന് കോമഡി ആയിട്ടാണ് തോന്നണത്. പക്ഷെ എഗ്ഗിന് അങ്ങനെ തോന്നണില്ല. അന്നേരം അവരുടെ അടുത്തേക്ക് മറ്റേ ആ ഒരു മൊരടന്റെ അനിയനുണ്ടല്ലോ, ആ പാവം ചെറുക്കൻ, അവൻ വരാണ്. അവൻ വന്നിട്ട് നമ്മുടെ ഡങ്കിനെ വെള്ളടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പൊ മൊട്ടയാണെങ്കിൽ ഞാൻ പപ്പറ്റ് ഷോ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവാണ്. ഇന്നേരം ഇവിടെ ഡങ്ക് ഇവനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊട്ടക്കുട്ടപ്പൻ അവിടെ ടാൻസലിന്റെ പപ്പറ്റ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഡ്രാഗണിനെതിരായിട്ട് ഇങ്ങനെ ചെറുത്ത് നിൽക്കുന്ന ഒരു യോദ്ധാവിന്റെ കഥയാണ് ഇപ്രാവശ്യം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കഥയിൽ വില്ലൻ ഡ്രാഗൺ ആണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഏരിയോൺ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഏരിയോൺ ആണെങ്കിൽ സ്വയം ഡ്രാഗൺ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ പിന്നെ ഡ്രാഗണെ കൊല്ലണ കണ്ടപ്പോ അവൻ എന്തോ പിരിയിളകി. ടാർഗേരിയൻസിന് എതിരായിട്ട് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവരെ ഉപദ്രവിക്കുകയാണ്. ഇന്നേരം എഗ് ആണെങ്കിൽ നേരെ ഡങ്കിനെ പോയിട്ട് വിളിക്കുകയാണ് ഈ ഒരു അനീതി അവനോട് പറയാനായിട്ടും ഏരിയോന്റെ കയ്യിൽ നിന്ന് ടാൻസലിനെ രക്ഷിക്കാനായിട്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഡങ്ക് ആണെങ്കിൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച ആ ഒരു സെറ്റെല്ലാം കത്തിച്ചിട്ട് ടാൻസലിനെ ഉപദ്രവിക്കുന്ന ഏരിയോണ്ടാണ്. ഡങ്ക് ആണെങ്കിൽ അടിച്ചവന്റെ പല്ല് കൊഴിക്കുന്നുണ്ട്. രാജകുമാരന്റെ പല്ലടിച്ചു കൊഴിച്ച പിന്നെന്താ നടക്കാന്നറിയാലോ. അവന്റെ പല്ലടിച്ചു കൊഴിച്ച നമ്മുടെ ഡങ്കിന്റെ സകല പല്ലും അടിച്ചു കൊഴിക്കാനായിട്ട് അവൻ ആജ്ഞാപിക്കുകയാണ്. കാവൽക്കാരെല്ലാരും കൂടെ ഡങ്കിനെ പിടിച്ച് ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ എഗ് ഓടി വന്നിട്ട് അവരോട് പറയാണ് അവനൊന്നും ചെയ്യരുതെന്ന്. ആദ്യം അവര് കേട്ട ഭാവം വെക്കില്ല. അപ്പോഴാണ് അവൻ ആജ്ഞാപിക്കുക, ഡങ്കിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അച്ഛനോട് ഉത്തരം പറയേണ്ടി വരും. അപ്പോഴാണ് ഇവിടെ ഒരു കാര്യം റിവീൽ ആവുന്നത്. ഈ ഒരു എഗ് സാധാരണ ഒരു കുട്ടിയല്ല. അവൻ പറഞ്ഞ പോലെ അവനൊരു അനാഥനൊന്നുമല്ല. ഇവനാണ് മേക്കർ ടാർഗേരിയന്റെ കാണാതായ 2 മക്കളിൽ ഒരുവൻ. ഈ നിൽക്കുന്ന ഏരിയോന്റെ ഇളയ അനുജനാണ് അവൻ. ഇവൻ മൊട്ട അടിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ ആളെ പിടികിട്ടില്ല. ഇവനാണ് ഏഗൻ ടാർഗേരിയൻ. അതിന്റെ ഷോർട്ട് നെയിമാണ് എഗ്. ഇപ്പൊ മനസ്സിലായില്ലേ ആ ഒരു കാക്കാലത്തി പ്രവചിച്ചത് ഇവനൊരു രാജാവുന്നല്ല. സംഭവം ഇവനൊരു രാജകുമാരനാണ്. ഇവരാരും ഇഷ്ടമല്ലാത്തോണ്ട് ഒളിച്ചോടി പോകുന്നതാണ് ചെറുക്കൻ. നമ്മുടെ ഡങ്കും ഇതെല്ലാം കണ്ടിട്ട് ആകെ കിളി പോയി നിൽക്കുന്നുണ്ട്. കാണാതായ മറ്റൊരു മകൻ ആരാണെന്ന് വെച്ചാല് തുടക്കത്തിൽ നമ്മ കള്ളിഷാപ്പിൽ വെച്ചിട്ട് ഒരു പുള്ളിനെ കണ്ടല്ലോ, നമ്മുടെ ഡങ്കിനെ കൊല്ലുന്നെല്ലാം പറഞ്ഞിട്ട്. അവനാണ് അടുത്ത മകൻ ഡെയ്റൻ. ഇപ്പോ ഈ ഏരിയോൺ നിന്റെ തലയിൽ മുടി എവിടെ പോയെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അവന്റെ തലയിൽ ഈ വെള്ള മുടി അവന് വരുമ്പോൾ ഇവൻ ഓർമ്മ വരാണെന്ന് ഇവന്റെ ചേട്ടന്. അത്രത്തോളം വെറുപ്പാണ് അവന്. അതുകൊണ്ട് അവൻ അത് വടിച്ചു കളഞ്ഞു. ഇവനെ തീരെ ഇഷ്ടമല്ല നമ്മുടെ എഗ്ഗിന്. അവന്റെ സ്വഭാവം അങ്ങനത്തെയാണ്. അവൻ ഭയങ്കര ക്രൂരനാണ്. നമ്മുടെ ഡങ്ക് ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. ഞാൻ ഒരു ജോലിയിലാണ്, അതിനിടയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യണത്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ തന്നെ ചെയ്യണമെന്നാണ് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ എല്ലാം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത. സോ എന്തെങ്കിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും, ഈ ഒരു ചാനൽ സക്സസ് ആവുമെന്നെല്ലാമുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും. ഒരുപാട് വർഷമായി ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. അതില്ലാത്തതിന്റെ സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒരു കാര്യം പറയാൻ മറന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.